നമസ്കാരം. ഈയൊരു ദിവസത്തെ ഇക്കഴിഞ്ഞ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട 50 വാർത്തകളുമായി പ്രവാസി സർവ്വവാർത്ത. ദുബായ് നഗരം വീണ്ടും വിനോദസഞ്ചാരികൾക്കായി തുറക്കുന്നു. കോവിഡ് രോഗബാധയെ തുടർന്ന് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ജൂലൈ ആദ്യം മുതൽ എമിറേറ്റിലേക്ക് ടൂറിസ്റ്റുകളെ പ്രവേശിപ്പിക്കാനാകുമെന്ന് ദുബായ് ടൂറിസം ഡയറക്ടർ. കോവിഡ് സൃഷ്ടിച്ച ആഗോള സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാകും തീരുമാനം. ഇത് സെപ്റ്റംബർ വരെ നീളാൻ സാധ്യതയുണ്ട് എന്നും അധികൃതർ. സൗദിയിൽ കർഫ്യൂവിൽ ഇന്നു മുതൽ കൂടുതൽ ഇളവുകൾ. മെയ് 13 വരെ വാണിജ്യ സ്ഥാപനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഫാക്ടറികൾ എന്നിവയ്ക്ക് തുറന്നു പ്രവർത്തിക്കാം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവർത്തന സമയം. പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെയും മറ്റ് മന്ത്രാലയങ്ങളുടെയും നിബന്ധനകൾക്ക് വിധേയം. ഒമാനിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങാൻ അനുവദിക്കുവാനുള്ള തീരുമാനം ചില പ്രദേശങ്ങളിൽ ബാധകമല്ല എന്ന് അധികൃതർ. തീരുമാനം ചില ഷോപ്പുകൾക്കും വർക്ക് ഷോപ്പുകൾക്കും ബാധകമല്ലെന്ന് സുപ്രീം കമ്മിറ്റി. ദുബായിൽ മരിച്ച വ്യവസായി ജോയ് അറക്കലിന്റെ മൃതദേഹം പ്രത്യേക വിമാനത്തിൽ നാട്ടിലെത്തിക്കാൻ അനുമതി. കൊറോണ പ്രതിസന്ധിക്ക് ശേഷം ആദ്യമായാണ് ഗൾഫിൽ നിന്ന് പ്രത്യേക യാത്രാ വിമാനം കേരളത്തിലേക്ക് വരുന്നത്. മൃതദേഹത്തോടൊപ്പം അനുഗമിക്കാൻ ജോയ് അറക്കലിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അനുമതി. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇതിനായി അനുമതി നൽകിയത്. ജോയ് അറക്കലിന്റെ ഭാര്യ സെലീന ജോയ്, മകൻ അരുൺ ജോയ്, മകൾ ആഷ്ലിൻ ജോയ് എന്നിവരാണ് മൃതദേഹത്തെ അനുഗമിക്കുക. ഇന്ന് തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സാമൂഹിക പ്രവർത്തകർ. ഏപ്രിൽ 23-നാണ് മാനന്തവാടി സ്വദേശിയും വ്യവസായ പ്രമുഖനുമായ ജോയ് അറക്കൽ ദുബായിൽ അന്തരിച്ചത്. സൗദിയിലെ ഇരുഹറമുകളും വിശ്വാസികൾക്ക് വൈകാതെ പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുക്കുമെന്ന് ഇരുഹറം കാര്യവിഭാഗം മേധാവി ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ സുദൈസ്. തുവാഹും നിസ്കാരവും പ്രവാസികന്റെ ഖബർ സന്ദർശനത്തിനുമെല്ലാം തുടരാനാവും. എന്നാൽ കോവിഡ് വൈറസ് വ്യാപന നിയന്ത്രണങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് അധികൃതർ. കുവൈറ്റിൽ നിന്നും ഇന്ത്യയിലേക്ക് അടിയന്തരമായി മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. സേവനം അടിയന്തര മെഡിക്കൽ ആവശ്യമുള്ളവർക്ക് മാത്രമായിരിക്കുമെന്ന് എംബസി വൃത്തങ്ങൾ. മാർച്ചിനും ജൂണിനും ഇടയിൽ കാലാവധി കഴിയുന്ന ഖത്തറിലെ വാണിജ്യ രജിസ്ട്രേഷനുകളും ലൈസൻസുകളും ഓട്ടോമാറ്റിക്കായി പുതുക്കപ്പെടുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം. നടപടി ലൈസൻസുകളും രജിസ്ട്രേഷനുകളും പുതുക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട്. പുതുക്കൽ ഫീസ് പിന്നീട് വാങ്ങുമെന്ന് അധികൃതർ. ഒമാനിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ തിരക്കുള്ള സമയത്ത് ഇന്റർനെറ്റ് സേവനങ്ങൾ വിനോദ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന അഭ്യർത്ഥനയുമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി. ഉപഭോക്താക്കളുടെ തിരക്കിൽ നെറ്റ്വർക്ക് വേഗത കുറയാതിരിക്കുവാനാണ് അഭ്യർത്ഥന. ഇന്റർനെറ്റ് ഉപയോഗം കുറയ്ക്കുന്നത് ഹെൽത്ത് കെയർ, റിലീഫ് പ്രവർത്തനങ്ങൾ തുടങ്ങിയവ സുഗമമായി നടക്കാൻ സഹായകരമാകുമെന്നും ട്രായ്. ദുബായ് മെട്രോയുടെ അൽഡ്രാസ്, പാംതേറ, ബനിയാസ് എന്നീ സ്റ്റേഷനുകൾ തുറന്നു. ഞായറാഴ്ച മുതൽ മെട്രോ സർവീസ് ആരംഭിച്ചിരുന്നുവെങ്കിലും ചില സ്റ്റേഷനുകൾ തുറന്നിരുന്നില്ല. യാത്രക്കാർ മുഖാവരണങ്ങൾ ധരിക്കുകയും സാമൂഹ്യ അകലം പാലിക്കുകയും വേണമെന്ന് RTA അധികൃതർ. സൗദിയിൽ കോവിഡ് രോഗത്തെ തുടർന്ന് മരണപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം 17ആയതായി ഇന്ത്യൻ എംബസി. ഇതിൽ 5 പേർ മഹാരാഷ്ട്ര സ്വദേശികളും 4 പേർ മലയാളികളുമാണ്. ഒമാനിൽ വിവിധ മേഖലകളിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ച് സുപ്രീം കമ്മിറ്റി. രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി. മണി എക്സ്ചേഞ്ചുകൾ, വാഹന വർക്ക്ഷോപ്പ്, സ്പെയർ പാർട്സ് സ്റ്റോർ, വാഹന വാടക ഓഫീസുകൾ, മത്സ്യബന്ധന ബോട്ട്, ഇലക്ട്രോണിക്സ് വിൽപ്പന സ്ഥാപനങ്ങൾ, സനത് ഓഫീസുകൾ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സുപ്രീം കമ്മിറ്റി അനുവാദം. ദുബായിൽ ഒരു മലയാളി കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. കൊല്ലം ചടയമംഗലം ഇളമ്പഴന്നൂർ കല്ലുംകൂട്ടത്തിൽ വീട്ടിൽ രതീഷ് സോമരാജനാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. വർഷങ്ങളായി ദുബായിൽ ടാക്സി ഡ്രൈവറാണ്. കുവൈറ്റിലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 105 പേർക്ക് ഇതുവരെ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി അധികൃതർ. സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന സ്വദേശികളും വിദേശികളും ഇക്കൂട്ടത്തിലുണ്ട്.
രാജ്യത്തെ മെഡിക്കൽ സ്റ്റാഫിന്റെ മൊത്തം സംഖ്യയിൽ 1% താഴെ മാത്രമാണ് ഇതെന്നും മന്ത്രാലയം. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി സൗദിയിലെ കോബാറിൽ മൈക്കിലൂടെ ബോധവൽക്കരണം നടത്തി. അൽ സുബൈഖിയ സ്ട്രീറ്റിലാണ് വൈറസ് പടരാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയത്. 9 ഭാഷകളിലാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. കുവൈറ്റിൽ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് തിരിച്ചുപോകാൻ കാത്തിരിക്കുന്ന പൌരന്മാരെ സ്വീകരിക്കാൻ വിവിധ രാജ്യങ്ങൾ സന്നദ്ധത പ്രകടിപ്പിച്ചതായി അധികൃതർ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിന് തയ്യാറായിട്ടുണ്ട് എന്ന് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ നാസർ മുഹമ്മദ് അൽ സബാഹ്. അനധികൃതമായി സമൂസ റോൾ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ച 13 വിദേശികളെ മദീന നഗരസഭ പിടികൂടി. 2 കേന്ദ്രങ്ങളിലാണ് ഇവർ സമൂസ റോൾ നിർമ്മിച്ചിരുന്നത്. ഇവിടങ്ങളിൽ വിതരണത്തിന് തയ്യാറാക്കിയ 4200 കിലോ സമൂസ റോൾ അധികൃതർ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. വാചക നഗരിയിലെ ഗുർബാൻ, ബനി ദഫർ ജില്ലകളിലെ 24 മണിക്കൂർ കർഫ്യൂ തുടരുമെന്ന് മദീന ഗവർണറേറ്റ്. ഈ 2 ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും ആളുകൾ പുറത്തു പോകുന്നതും പുറത്തുനിന്നുള്ളവർ ഇവിടങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ള വിലക്ക് തുടരും. നിത്യോപയോഗ വസ്തുക്കൾ വാങ്ങുന്നതിനും ചികിത്സകൾക്കും അവർ താമസിക്കുന്ന ഡിസ്ട്രിക്റ്റുകളുടെ പരിധിയിൽ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കുമെന്നും മദീന ഗവർണറേറ്റ്. കോവിഡ് ബാധിച്ച് കുവൈറ്റിൽ ഒരു ഇന്ത്യക്കാരൻ കൂടി മരണപ്പെട്ടു. ഇതോടെ രോഗം ബാധിച്ച് മരണപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 8 ആയി. രാജ്യത്തെ ആകെ കൊറോണ വൈറസ് ബാധയേറ്റവരുടെ എണ്ണം 3440 ആണ്. ഇവരിൽ 1682 പേർ ഇന്ത്യക്കാരാണ്. ഖത്തറിൽ ഇന്നു മുതൽ അസ്ഥിര കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് അധികൃതർ. ഒരാഴ്ചയോളം രാജ്യത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരിക്കും. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ പൊതുമാപ്പിന് രജിസ്റ്റർ ചെയ്ത 15,700 പേരെ രാജ്യത്തെ വിവിധ തിരിച്ചുപോകൽ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിട്ടുണ്ട് എന്ന് ആഭ്യന്തര മന്ത്രാലയം. ഏപ്രിൽ 30 അവസാനിക്കുന്ന പൊതുമാപ്പ് കാലാവധി നീട്ടി നൽകണമെന്ന വിവിധ എംബസികൾ. സൗദിയിൽ ആകെ കോവിഡ് രോഗബാധിതരുടെ എണ്ണം 20,077 ആയി. പുതിയതായി രോഗം കണ്ടെത്തിയവരിൽ 77% വിദേശികളാണ്. 17,141 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ആകെ മരണസംഖ്യ 152 ആയി ഉയർന്നു. ജിദ്ദയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി മരിച്ചു. മലപ്പുറം കരുവാരക്കുണ്ട് വാക്കോട് സ്വദേശി നെല്ലിക്കുന്നൻ നാസറാണ് മരിച്ചത്. ജിദ്ദ കിലോ 8 പച്ചക്കറി കടയിലായിരുന്നു ജോലി. സൗദിയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന സ്ത്രീക്ക് കുഞ്ഞു പിറന്നു. റിയാദിലെ ഫസ്റ്റ് ഹെൽത്ത് ക്ലസ്റ്ററാണ് ഇക്കാര്യം അറിയിച്ചത്. മാതാവിന്റെയും കുഞ്ഞിന്റെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് അധികൃതർ. ജീവനക്കാരിൽ ചിലർക്ക് കോവിഡ് ബാധിച്ചതിനാൽ സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ അടച്ചിട്ടുവെന്ന വാർത്ത വ്യാജമാണ് എന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റ് അധികൃതർ. അണുനശീകരണ ശുചീകരണ പ്രക്രിയയുടെ ഭാഗമായി അൽ ഹസയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് 2 ദിവസത്തേക്ക് അടച്ചിട്ടിരുന്നു. ഇത് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നും ലുലു അധികൃതർ. കുവൈറ്റിൽ വർക്ക്ഷോപ്പുകളും ഓട്ടോ സ്പ്രേ പാർട്സ് സെന്ററുകളും നിയന്ത്രണങ്ങളോടെ തുറന്ന് പ്രവർത്തിക്കാൻ സർക്കാർ അനുമതി. മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിക്ക് നിർദ്ദേശം നൽകിയത്. ഖത്തറിൽ കോവിഡ് ചികിത്സയ്ക്കായി 9 ആശുപത്രികൾ തുറക്കുമെന്ന് പൊതു ആരോഗ്യ മേധാവി ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് അൽ താനി. രോഗവ്യാപന സാധ്യത കൂടുമ്പോഴും ഫലപ്രദമായി നേരിടാൻ രാജ്യത്തെ ആരോഗ്യമേഖല സുസജ്ജമാണ് എന്നും അധികൃതർ. ഒമാനിലെ എല്ലാ ഗവർണറേറ്റുകളും തമ്മിലുള്ള നിയന്ത്രണ പോയിന്റുകൾ അവസാനിപ്പിച്ചു. മസ്കറ്റ് ഗവർണറേറ്റിലെ ലോക്ക്ഡൌണും മത്രയിലെ ജലാൻ മാർക്കറ്റിലെയും സാനിറ്ററി ഇൻസ്റ്റലേഷനുകളും തുടരുമെന്ന് റോയൽ ഒമാൻ പോലീസ്.
രാജ്യത്തെ മുഴുവൻ ഗാർഹിക തൊഴിലാളികൾക്കും ബാങ്ക് അക്കൗണ്ട് സേവനങ്ങൾ നിർബന്ധമാക്കി ഖത്തർ തൊഴിൽ മന്ത്രാലയം. തൊഴിൽ മന്ത്രാലയത്തിന്റെ വേതന സംരക്ഷണ വ്യവസ്ഥയുടെ ഭാഗമായാണ് പുതിയ ഉത്തരവ്. ഖത്തറിൽ കാലാവധി തീർന്ന വാണിജ്യ രജിസ്ട്രേഷനുകളും ലൈസൻസുകളും 6 മാസം കൂടി പുതുക്കി നൽകും. ആനുകൂല്യം ലഭിക്കുന്നത് 2020 മാർച്ച് മുതൽ 2020 ജൂണിനുള്ളിൽ കാലാവധി തീരുന്നവർക്ക് മാത്രമെന്ന് ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം. സിറിയൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ സഹായം എത്തിച്ച് ഖത്തർ റെഡ് ക്രസന്റ് സൊസൈറ്റി. സഹായം നൽകിയത് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന 1 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്ക്. വടക്കൻ സിറിയയിലെ ഇദ്ലിബ്, ആലപ്പോ പ്രദേശങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട അഭയാർത്ഥികൾക്കാണ് സഹായം നൽകിയത്. ബോളിവുഡ് താരം ഇർഫാൻ ഖാൻ അന്തരിച്ചു. ക്യാൻസർ ബാധയെ തുടർന്ന് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 53 വയസ്സായിരുന്നു. സലാം ബോംബെയാണ് ആദ്യ സിനിമ. നിരവധി ഹോളിവുഡ് സിനിമകളിലും താരം അഭിനയിച്ചു. യുഎസിൽ ചികിത്സാ ചെലവ് താങ്ങാനാകാത്തതിനാൽ കോവിഡ് ബാധ സംശയിക്കുന്ന നിരവധി പേർ ചികിത്സ വേണ്ടെന്ന വ്യക്തിയാണ് എന്ന് കണ്ടെത്തൽ. പനിയോ തൊണ്ടവരൾച്ചയോ വന്നാൽ ചികിത്സ തേടി ആശുപത്രിയിൽ പോകില്ലെന്ന് ഗാലപ്പ് വെസ്റ്റ് ഹെൽത്ത് സർവേയിൽ പങ്കെടുത്ത 7-1 പേരും. ചികിത്സാ ചെലവ് താങ്ങില്ല എന്നതാണ് പ്രധാന വെല്ലുവിളി. കോവിഡ്-19 കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് ലോക്ഡൌൺ നീട്ടി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. മെയ് 11 വരെയാണ് ലോക്ഡൌൺ നീട്ടിയത്. മെയ് 12 മുതൽ ക്രമേണ ഇളവ് വരുത്തുമെന്നും പുടിൻ. റഷ്യ ഇതുവരെ കോവിഡ് വ്യാപനത്തിന്റെ ഏറ്റവും മോശം അവസ്ഥയിൽ എത്തിയിട്ടില്ല. ദുഷ്കരവും കഠിനമേറിയതുമായ സാഹചര്യത്തെയാണ് ഇനി മറികടക്കേണ്ടതെന്ന് പുടിൻ. വൈറസ് ഭീഷണി മാരകമാം വിധം തുടരുകയാണ് എന്നും പുടിൻ. കൊറോണ വൈറസ് വ്യാപനത്തിൽ ചൈനയെ പഴിചാരി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറസിന്റെ ഉത്ഭവ സമയത്ത് തന്നെ അതിനെ പിടിച്ചു നിർത്താൻ ചൈനയ്ക്ക് സാധിക്കാത്തതിനാൽ 184 രാജ്യങ്ങൾ നരകത്തിലൂടെ കടന്നുപോവുകയാണ് എന്ന് ട്രംപിന്റെ ആരോപണം. കടലിൽ കുടുങ്ങിയ 500 റോഹിംഗ്യൻ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്ന് ബംഗ്ലാദേശിനോട് ഐക്യരാഷ്ട്ര സംഘടന. ഇവരുടെ 2 ബോട്ടുകൾക്ക് തീരത്തെടുക്കാൻ അടിയന്തരമായി അനുമതി നൽകണം. ഭക്ഷണവും കുടിവെള്ളവും ആരോഗ്യ പരിചരണവും ലഭ്യമാക്കണമെന്നും UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ മിഷേൽ ബെസ്ലെറ്റ്. കോവിഡിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് റിപ്പോർട്ട്. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം ട്രംപിന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് വിവരം. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് അദ്ദേഹത്തിന് അറിയിപ്പ് ലഭിച്ചത്. വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. റിപ്പോർട്ടുകൾ യഥാസമയം പരിശോധിക്കാൻ പ്രസിഡന്റ് തയ്യാറായില്ല എന്ന റിപ്പോർട്ടിൽ. മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കണമെന്ന ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനം കാറ്റിൽ പറത്തി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ്. മിനിസോട്ടയിലെ മായോ ക്ലിനിക്കിൽ കോവിഡ് രോഗികളെ സന്ദർശിക്കാനെത്തിയപ്പോഴാണ് പെൻസ് മാസ്ക് ധരിക്കാതെ എത്തിയത്. മാസ്ക് ധരിക്കണമെന്ന് WHO നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അത് ധരിക്കണോ വേണ്ടയോ എന്ന് താൻ തീരുമാനിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന വിവാദമുയർത്തിയിരുന്നു. കോവിഡ് കാലത്ത് അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കൾ ചൈനയ്ക്കെതിരെ നടത്തുന്നത് വെറും നുണപ്രചരണങ്ങളാണ് എന്ന് ചൈന. കോവിഡ് പ്രതിരോധത്തിൽ തങ്ങൾക്കുണ്ടായ പാളിച്ചകളിൽ നിന്ന് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയെ മാറ്റിവിടുക മാത്രമാണ് ട്രംപിന്റെയും കൂട്ടരുടെയും ലക്ഷ്യം. അമേരിക്കൻ നേതാക്കളുടെ ലക്ഷ്യം പകർച്ചവ്യാധി പ്രതിരോധത്തിലെ പിഴവുകൾ മറയ്ക്കുക മാത്രമാണ് എന്ന് ചൈനീസ് വിദേശ മന്ത്രാലയ വക്താവ്. മോദിയെയും രാഷ്ട്രപതിയെയും ഫോളോ ചെയ്യുന്നത് നിർത്തി വൈറ്റ് ഹൌസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്വിറ്ററിൽ അൺഫോളോ ചെയ്തു. മോദിയെ വൈറ്റ് ഹൌസ് ട്വിറ്ററിൽ ഫോളോ ചെയ്തത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഫോളോ ചെയ്ത് 3 ആഴ്ചയ്ക്കകമാണ് മോദിയെ വൈറ്റ് ഹൌസ് അൺഫോളോ ചെയ്തത്. ലോകത്ത് കൊറോണ മരണം 2,17,000 കടന്നു. അമേരിക്കയിൽ കൊറോണ മരണം 60,000-ലേക്ക്. 24 മണിക്കൂറിനിടെ 2,429 മരണം. രോഗികളുടെ എണ്ണം 10 ലക്ഷം കവിഞ്ഞു. ഗൾഫിൽ ഒരു മലയാളി കൂടി മരിച്ചു. കോവിഡ് ബാധിതരുടെ എണ്ണം 6 ലക്ഷം പിന്നിട്ടു. മരിച്ചവരുടെ എണ്ണം 292ആയി. ലോക്ഡൌൺ ഇളവുകൾ സ്ഥിതി ഗുരുതരമാക്കുമെന്ന് ലോകാരോഗ്യ സംഘടന. മനാമിയിൽ കൊലപാതക കേസിൽ വധശിക്ഷ വിധിച്ച 3 ഏഷ്യക്കാരുടെ റിവിഷൻ ഹർജി
കോടതി തള്ളി. മോഷണത്തിനിടെ കൊല നടത്തിയതിന്റെ പേരിലാണ് ഇവർ പിടിയിലായത്. പ്രതികളെ വലയിലാക്കിയത് വഴിയരികിൽ കാണപ്പെട്ട അജ്ഞാത മൃതദേഹം കേന്ദ്രീകരിച്ച അന്വേഷണം. പ്രതികൾക്കെതിരെ നേരത്തെ ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. വധശിക്ഷയിൽ ഇളവ് തേടിയാണ് ഇവർ ഹർജി ഫയൽ ചെയ്തത്. മനാമിയിൽ കോവിഡ് വീട്ടുനിരീക്ഷണം ലംഘിച്ച 3 പേർക്ക് 4ാം ക്രിമിനൽ കോടതി ശിക്ഷ വിധിച്ചു. 3 പ്രതികൾക്കും 1000 ദിനാർ വീതം പിഴ ഈടാക്കുവാനാണ് വിധി. നേരത്തെ 2000 ദിനാർ പിഴ വിധിച്ചിരുന്നയാളുടെ റിവിഷൻ ഹർജി റിവിഷൻ കോടതി തള്ളി. മുൻ ലിവർപൂൾ താരം മൈക്കൽ റോബിൻസൺ അന്തരിച്ചു. ചൊവ്വാഴ്ചയായിരുന്നു അന്ത്യം. 61 വയസ്സായിരുന്നു. 1984-ൽ ലിവർപൂളിനൊപ്പം ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് കപ്പ്, യൂറോപ്യൻ കപ്പ് കിരീടങ്ങൾ റോബിൻസൺ നേടി. മുൻ സ്ട്രൈക്കർ പ്രസന്റ് നോർത്ത് എൻഡ്, മാഞ്ചസ്റ്റർ സിറ്റി തുടങ്ങിയ ക്ലബ്ബുകളിൽ കളിച്ചു. കൊറോണ വൈറസ് ബാധ മൂലമുണ്ടായ സാമ്പത്തിക നഷ്ടം മറികടക്കുന്നതിന് ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാനൊരുങ്ങി ബ്രിട്ടീഷ് എയർവേസ്. 12,000 ജീവനക്കാരെയാണ് പിരിച്ചുവിടാൻ നീക്കം. വിമാനയാത്ര പഴയ നിലവാരത്തിലേക്ക് എത്തുന്നതുവരെ മറ്റു പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഇന്റർനാഷണൽ എയർലൈൻ ഗ്രൂപ്പ്. ലാലിഗ മത്സരം തുടങ്ങാനുള്ള പ്രാരംഭ നടപടികളുമായി സ്പെയിൻ. ലാലിഗ ക്ലബ്ബുകൾക്ക് മെയ് 4 മുതൽ പരിശീലനം തുടങ്ങാൻ അനുമതി. നിലവിൽ വ്യക്തിഗത പരിശീലനം മാത്രം നടത്താനാണ് അനുമതിയുള്ളത്. എന്നാൽ ലാലിഗ ഇന്ന് പുനരാരംഭിക്കുമെന്നത് ഇതുവരെ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ വ്യക്തമാക്കിയിട്ടില്ല. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് നിർത്തിവച്ചിരിക്കുകയാണ് ലാലിഗ. വടക്കു പടിഞ്ഞാറൻ സിറിയൻ നഗരമായ അഫ്രീനിയിൽ സ്ഫോടനം. 40 പേർ കൊല്ലപ്പെട്ടു. ചൊവ്വാഴ്ചയായിരുന്നു സ്ഫോടനം. അഫ്രീനിലെ തിരക്കേറിയ മാർക്കറ്റിൽ ബോംബ് ഘടിപ്പിച്ച ഇന്ധന ടാങ്കർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. തുർക്കി അനുകൂല വിമുദ്രയുടെ അധീനതയിലുള്ള സ്ഥലമാണ് അഫ്രീൻ. കോവിഡ് ബാധിതർക്ക് 6 പുതിയ ലക്ഷണങ്ങൾ കൂടി സ്ഥിരീകരിച്ച US ആരോഗ്യ സമിതി. പനി, ചുമ, ശ്വാസതടസ്സം എന്നിവയായിരുന്നു നേരത്തെ കണ്ടെത്തിയ ലക്ഷണങ്ങൾ. ഒമാന്റെ വിവിധയിടങ്ങളിൽ കാറ്റും മഴയും. ബത്തീന, ഷാർഖിയ, മസ്കറ്റ് ഗവർണറേറ്റുകളുടെ ഭാഗങ്ങളിലാണ് മഴയുണ്ടായത്. മരങ്ങൾ കടപുഴകി കാറുകളുടെയും വീടുകളുടെയും മുകളിൽ വീണു. ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടം. സുരക്ഷാ കിറ്റുകൾ ലഭ്യമാക്കാത്തതിൽ വ്യത്യസ്ത പ്രതിഷേധവുമായി ജർമ്മനിയിലെ ഡോക്ടർമാർ. നഗ്നരായ രോഗികളെ പരിശോധിച്ചാണ് ജർമ്മനിയിലെ ഒരു സംഘം ഡോക്ടർമാർ പ്രതിഷേധിച്ചത്. സുരക്ഷാ ഉപകരണങ്ങളില്ലാതെ കോവിഡ് രോഗികളെ പരിചരിക്കുന്നത് ജീവന് ഭീഷണിയാണെന്നും എത്രയും വേഗം നടപടി വേണമെന്നും ആവശ്യം. ആദ്യമായി വിരാട് കോഹ്ലിയെക്കുറിച്ച് കേട്ടപ്പോൾ മതിപ്പുണ്ടായില്ല എന്ന് AB ഡിവിലിയേഴ്സ്. വിരാട് കോഹ്ലിയെക്കുറിച്ച് തന്നോട് ആദ്യം പറയുന്നത് മാർക്ക് ബൗച്ചർ. താൻ ഡൽഹി ഡെയർ ഡെവിൾസിൽ ആദ്യ 3 വർഷം കളിച്ച ശേഷം ബംഗളൂരുവിലേക്ക് എത്തുകയായിരുന്നു. കോഹ്ലിയെ തന്റെ സുഹൃത്തു കൂടിയാണെന്ന് ഡെവിലിയേഴ്സ്. പ്രവാസി സർവ്വവാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.